ഇന്ത്യ മുന്നണിയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇനി ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികളെക്കുറിച്ചാണ് ഈ പറഞ്ഞു വയ്ക്കുന്നത്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളുമായി ഒത്തുനിൽക്കുകയും പിന്നീട് തരം കിട്ടിയാൽ വിമർശിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇടതുപക്ഷ പാർട്ടികൾക്കുള്ളത്, പ്രത്യേകിച്ച് CPM. എന്തായാലും ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളെ ഇടതുപക്ഷം പൂവിട്ട് പൂജിക്കുന്ന ഒരു സംസ്ഥാനമുണ്ട്, അത് ബീഹാറാണ്. ബംഗാളിലടക്കം ഇടതുപക്ഷ മുന്നണിക്കുള്ളിൽ പിളർപ്പുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ബീഹാറിൽ സ്ഥിതി വ്യത്യസ്തമാണ്. ഇന്ത്യ സഖ്യവുമായുള്ള ധാരണയിൽ 5 സീറ്റാണ് ഇടതു പാർട്ടികൾക്ക് അവിടെ കിട്ടിയിട്ടുള്ളത്. ഒരു കാലത്ത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വളക്കൂറുള്ള മണ്ണായിരുന്നു ബീഹാർ. അവിടെ നിന്ന് ഉള്ള തിരിച്ചുവരവിന് ഇന്ത്യ മുന്നണിയിലെ മറ്റു പാർട്ടികളുടെ ദയാദാക്ഷിണ്യം തേടുകയാണ് ഇടതുപക്ഷം. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണയിൽ തിരിച്ചുവരവിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയ ഇടതുപക്ഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതേ വഴിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. കാർഷിക ബില്ലുകൾ പോലുള്ള നടപടികളിലൂടെ കർഷകരുടെ നടുവൊടിക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരായി അതിശക്തമായ സമരപ്രക്ഷോഭ പരിപാടികളുമായി ഇന്ത്യ മുന്നണിക്കൊപ്പം ഇടതു പാർട്ടികളും സജീവമായി രംഗത്തുണ്ടായിരുന്നു. കർഷകരും ദളിതുകളും ഉൾപ്പെടെയുള്ള പിന്നോക്ക വിഭാഗങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് ഇന്നും അവർ അഭിസംബോധന ചെയ്യുന്നത്. ദീർഘകാലം കർഷക തൊഴിലാളികൾക്കും പാട്ടക്കുടിയാന്മാർക്കും വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾ ബീഹാറിൽ പലയിടങ്ങളിലും വോട്ടാക്കി മാറ്റാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് സാധിച്ചിരുന്നു. 1972 നിയമസഭയിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടി CPI ആയിരുന്നു. 95 വരെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ CPIക്ക് 20-ൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കുകയും ചെയ്തിരുന്നു. CPMൻ്റെ സ്വാധീനം കുറച്ച് പോക്കറ്റുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. കാലക്രമേണ CPI ക്ഷയിച്ചു. യുവാക്കളെ ആകർഷിക്കാൻ കഴിയാത്തതായിരുന്നു പ്രധാന കാരണം. 1970-കൾ മുതൽ 3 പതിറ്റാണ്ട് കാലം ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ചെറുപ്പക്കാർ നക്സലുകളായി മാറി. പിന്നീട് തെക്കൻ ബീഹാറിലെ ഭോജ്പുരി സംസാരിക്കുന്ന ജില്ലകളിൽ നക്സൽ ഗ്രൂപ്പുകളാണ് ദളിതരുടെയും മറ്റ് പിന്നാക്ക വിഭാഗങ്ങളെയും ശാക്തീകരണം സാധ്യമാക്കിയത്. സ്ത്രീപീഡനം, ദേഹോപദ്രവം, ജാതിവെറി എന്നിവ ശീലമാക്കിയ ജന്മിമാരെ ഇക്കൂട്ടർ നിലക്ക് നിർത്തി. 1974 മുതൽ അവരിൽ ചില ഗ്രൂപ്പുകൾ ആയുധം ഉപേക്ഷിച്ച് തെരഞ്ഞെടുപ്പ് മാർഗം സ്വീകരിച്ചു. അങ്ങനെ പരിണമിച്ചുണ്ടായതാണ് ഇന്നത്തെ CPIML എന്ന പാർട്ടി. ബീഹാറിലെ ഏറ്റവും വലിയ ഇടതുപക്ഷ പാർട്ടി ഇവർ തന്നെ എന്ന് പറയാം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇടതു പാർട്ടികൾ ബീഹാറിൽ വീണ്ടും യുവാക്കളെ ആകർഷിച്ചു തുടങ്ങിയതായി അവർ അവകാശപ്പെടുന്നു. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ CPIMLന് 11 MLAമാരെ ജയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. CPI, CPM കക്ഷികൾക്ക് 2 വീതം MLAമാരാണ് ഉള്ളത്. എന്തായാലും ആകെ 5 സീറ്റാണ് ഇന്ത്യ സഖ്യവുമായുള്ള ധാരണ പ്രകാരം ഇടതു പാർട്ടികൾക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അതിൽ 3 എണ്ണത്തിൽ CPIMLും ഓരോ സീറ്റുകളിൽ CPIയും CPMുമാണ് മത്സരിക്കുക. ഇന്ത്യ മുന്നണിയെ കേരളത്തിൽ വിമർശിക്കുന്ന CPIയും CPMും അതേ മുന്നണിയുടെ വോട്ട് പിടിച്ച് തിരിച്ചുവരവിന് ശ്രമിക്കുന്ന സംസ്ഥാനമായി ബീഹാർ മാറിയിരിക്കുകയാണ്.